pelatihan Israel. നോബിൾ മാരിക്കാരുണ്ട്. നോബിൾ, അപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളിലെ ഒരു പാർട്ടിക്ക് പോലും അവഗണിക്കാൻ കഴിയില്ല, മാറി നിൽക്കാൻ കഴിയില്ല, വിട്ടു നിൽക്കാൻ കഴിയില്ല. വെറും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ പോലെ സമ്പൂർണ്ണമായി തന്നെ അവരുടെ കൂടെ കൂടണം. CJP ഉയർത്തുന്ന മുദ്രാവാക്യത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. കാരണം ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സമരത്തിലാണെന്ന് തിരിച്ചറിയുന്നുണ്ട് പ്രതിപക്ഷ ഓരോ കക്ഷികളും. അതോടൊപ്പം കോൺഗ്രസും രാഹുൽ ഗാന്ധി പോലും അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ കോൺഗ്രസിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു സ്പോൺസേഡ് സമരമാണോ, BJPയുടെ ഒരു ആശീർവാദം ഈ സമരത്തിന് പിന്നിലുണ്ടോ? ഇപ്പോൾ എല്ലാ സംശയങ്ങളും മാറിയിരിക്കുന്നു. പൂർണ്ണമായും ഐക്യദാർഢ്യപ്പെടുന്നു. എപ്പോഴായിരിക്കും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ജന്തർ മന്ദറിലേക്ക് അഭിജിത് ദീപ്കയുടെ സമീപത്തേക്ക് എത്തിച്ചേരുക? ഇവരെ ഒരുമിച്ച് ഒരൊറ്റ ഫ്രെയിമിൽ നമുക്ക് എപ്പോൾ കാണാൻ കഴിയും? അതോടൊപ്പം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അദ്ദേഹം പറയാൻ സാധ്യത? നോബിൾ. ഷിയാസ്, ഇന്നലെ നമ്മൾ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ദില്ലിയിൽ കണ്ടതാണ്. പ്രധാനമന്ത്രി വസതിക്ക് മുന്നിൽ എന്താണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉയർത്തിയ പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ കൃത്യമായി തന്നെ നിരീക്ഷിച്ചതുമാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി 4 മണിക്ക് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുകയാണ്. 4 മണിക്ക് അദ്ദേഹം കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണും. തീർച്ചയായും കേന്ദ്ര സർക്കാരിനും മോദിക്കും എതിരെ രൂക്ഷ വിമർശനങ്ങളിലേക്കായിരിക്കും രാഹുൽ ഗാന്ധി കടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിരൂക്ഷ പ്രതികരണവും വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണെങ്കിലും വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളിന് പുറത്താണുള്ളത്. അതേസമയം നേരത്തെ ഷിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷമായ രീതിയിലാണ്, അതിക്രൂരമായ രീതിയിലാണ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തത്, പോലീസ് കൈകാര്യം ചെയ്തത്. അതിനിടയിലുള്ള പ്രതിഷേധമായിരുന്നു ഇന്നലെ കോൺഗ്രസിന്റെ ഭാഗത്ത് ശക്തമാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിൽ പ്രതിഷേധത്തിൽ വലിയ തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആക്രമിക്കപ്പെടുന്ന, രാഹുൽ ഗാന്ധി അടക്കം വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടായി. ഏതാണെങ്കിലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വേദിയിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തുമെന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് അവർ എത്തുന്ന കാര്യത്തിൽ ഒരു ചർച്ചകൾ നടക്കുന്നുവെന്ന് മാത്രമാണ് നമുക്ക് വിവരമുള്ളൂ. ഔദ്യോഗിക സ്ഥിരീകരണം എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ വരുന്നില്ല. ഇനിയിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത്. വാർത്താ സമ്മേളനത്തിന് മുൻപ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും അങ്ങോട്ട് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ വാർത്താ സമ്മേളനം കഴിഞ്ഞതേ പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കോൺഗ്രസ് ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. കാരണം നേരത്തെ തന്നെ ഈ പറഞ്ഞ CJPയുടെ പ്രതിഷേധത്തെ കോൺഗ്രസ് പൂർണ്ണമായി അംഗീകരിക്കുന്ന സമീപനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ആ പ്രതിഷേധത്തെ അതേപടി അംഗീകരിക്കുന്നുവെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് യുവജനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ തീർച്ചയായും അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധവും കോൺഗ്രസിന്റെ പ്രതിഷേധവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി തന്നെ ഇന്നിപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയും ഒപ്പം കോൺഗ്രസും ഇതുവരെ നടത്തിയ ഈ പറഞ്ഞ ഈ വിദ്യാർത്ഥി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച്, പ്രതിഷേധങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ ജനങ്ങളോട് വിവരിക്കാനുള്ള നിർദ്ദേശമടക്കം ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതാണെങ്കിലും ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ആവർത്തി വ്യക്തമാക്കിയാണ് പാർലമെന്റിലടക്കം കോൺഗ്രസ് അതേ നിലപാട് തന്നെയായിരിക്കും ഒരുപക്ഷേ ഈ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കാൻ പോകുന്നത്. CJP വേദിയിലേക്ക് തന്നെ രാഹുൽ പോകുന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. ഷിയാസ്. ശരി, നോബിൾ മാരിക്കാരനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.